ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ ഭാരവാഹികൾക്കെതിരെ പോലീസിൽ പരാതിയുമായി ഓഫീസ് ജീവനക്കാരി അതുല്യ. തൊഴിൽ പീഡനം പുറത്തു പറഞ്ഞതിന്റെ വൈരാഗ്യത്തിൽ അപകീർത്തിപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നാണ് പരാതി. നീനാക്കുറുപ്പ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവർക്കെതിരെയാണ് പരാതി. ഞാൻ കമ്മീഷണർക്ക് കൊടുത്ത പരാതിയിൽ എനിക്കെതിരെ അവിടെ നടന്ന ഗൂഢാലോചനകൾ എന്നെ ടെർമിനേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലും നീനാക്കുറുപ്പും ചേർന്നുണ്ടാക്കിയ ഒരു വലിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വോയിസ് എനിക്ക് സെക്യൂരിറ്റി എന്നെ വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ പറയാൻ അയാളെ ഏൽപ്പിച്ചു എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ ആണ് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ തൊഴിൽ പീഡന പരാതി കൊടുത്തതിൻ്റെ പിന്നാലെ ഞാൻ തെളിവായിട്ട് കമ്മിറ്റിയിൽ ഏൽപ്പിച്ച ഒരു ഓഡിയോ പുറത്ത് വന്നിട്ടുണ്ട്. നീനാക്കുറുപ്പ് എന്നോട് സംസാരിച്ചിട്ട് ഞാൻ വിക്ടിം ഗെയിമായിരുന്നു കളിക്കേണ്ടിയിരുന്നത്, അപ്പം ഞാൻ ലക്ഷ്മിപ്രിയ ചീത്ത വിളിച്ചപ്പോൾ ഞാൻ അതായിരുന്നു മോളെ ചെയ്തത് എന്നൊക്കെ പറയുന്നൊരു ഓഡിയോ ആണ്. ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ലിഡിയ, ഈ അതുല്യയുടെ ഈ പരാതിയുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ തന്നെ അമ്മയ്ക്കകത്ത് ചർച്ചയുണ്ടായതാണ്. അന്ന് അമ്മ പ്രസിഡന്റ് ശ്വേത പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ അമ്മ ഇടപെടുമെന്നാണ്. അവരെ പുറത്താക്കിയ നടപടി അത് പിൻവലിച്ചിട്ടുണ്ട്, റദ്ദാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. ഒപ്പം തന്നെ 2 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഏകപക്ഷീയമായി എടുത്തൊരു തീരുമാനമായിരുന്നു, അത് എക്സിക്യൂട്ടീവിനെ അറിയിച്ചില്ല എന്നൊക്കെ അന്ന് കൃത്യമായി പറഞ്ഞാൽ, ഇപ്പോൾ ഇത്തരത്തിൽ പോലീസിൽ പരാതിയുമായി അതുല്യ ഏത് ഘട്ടത്തിലാണ് രംഗത്ത് വന്നത്? അതിൻ്റെ ഒരു സാഹചര്യം എന്താണ്? പ്രജിൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തൊഴിൽ പീഡന പരാതി, അതുല്യ നൽകിയ തൊഴിൽ പീഡന പരാതി, അതിന് മുൻപുണ്ടായ സംഭവങ്ങൾ, ആ തൊഴിൽ പീഡന പരാതിക്ക് അടിസ്ഥാനമായിട്ടുണ്ടായ സംഭവങ്ങൾ, അതിനുശേഷം ഉണ്ടായിട്ടുള്ള അമ്മയിൽ ഉണ്ടായ സംഭവങ്ങൾ, ഇതിനെയൊക്കെ ആധാരമാക്കിയാണ് ഇപ്പോൾ പോലീസിൽ അതുല്യ പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. നീനാക്കുറുപ്പ്, അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്, ഒപ്പം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരൻ, ഒപ്പം ഉണ്ണി ശിവപാൽ, ട്രഷററായിട്ടുള്ള ഉണ്ണി ശിവപാൽ എന്നിവർക്കെതിരെയാണ് പരാതി. ഈ കുക്കു പരമേശ്വരനെതിരെയാണ് അതുല്യ മുൻപും പരാതി നൽകിയത്. തനിക്ക് അമ്മയുടെ ഓഫീസിൽ വലിയ രീതിയിലുള്ള തൊഴിൽ പീഡനം ഏൽക്കേണ്ടി വരുന്നു, മാനസിക പീഡനം ഏൽക്കേണ്ടി വരുന്നു, അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെക്കുറിച്ച് പറയുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു അമ്മയിൽ ഈ അതുല്യ പരാതി നൽകിയത്. തുടർന്നാണ് അതുല്യയെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായത്. അതിനെ തുടർന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്ത് വീണ്ടും അതുല്യയെ ജോലിയിൽ തിരിച്ചെടുക്കുക കൂടി ചെയ്തിരുന്നു. പക്ഷേ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം വർക്ക് ഫ്രം ഹോമായി, അതായത് വീട്ടിലിരുന്നുള്ള ജോലിയാണ്, ഓഫീസിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല എന്നുകൂടി അതുല്യ പറയുന്നുണ്ട്. അത് ഓഫീസിലേക്ക് വരണ്ട എന്ന് അമ്മ ഓഫീസിൽ നിന്ന് പ്രസിഡന്റ് അടക്കം നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയ ചില തെളിവുകൾ അതുല്യക്ക് ലഭിക്കുന്നത് എന്നാണ് അതുല്യ പറയുന്നത്. അതോടൊപ്പം തന്നെ അതിനുശേഷം വലിയ രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലും അതുപോലെ മാനസിക പീഡനം അടക്കമുള്ള കാര്യങ്ങൾ നീനാക്കുറുപ്പ് അടക്കമുള്ള ആളുകൾ ചെയ്തു എന്നും അതുല്യ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെ തുടർന്ന് അതുല്യ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജില്ലാ ലേബർ ഓഫീസർക്കും അതുല്യ പരാതി നൽകിയിട്ടുണ്ട്. തനിക്ക് ഇത്തരത്തിൽ വലിയ മാനസിക പീഡനവും തൊഴിൽ പീഡനവും അമ്മ ഓഫീസിൽ നിന്ന് ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാതി ജില്ലാ ലേബർ ഓഫീസർക്കും നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മറ്റ് കാര്യങ്ങളിലും തന്നെ ഭീഷണിപ്പെടുത്തി, അതുപോലെ തന്നെ തനിക്കെതിരെ അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളിലും പരാതി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സെക്യൂരിറ്റി ജീവനക്കാരനോട് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ പറയണം, അല്ലെങ്കിൽ ഹണി ട്രാപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയണം എന്നുള്ള തരത്തിൽ നിർദ്ദേശമടക്കം കുക്കു പരമേശ്വരന്റെ ഭാഗത്തു നിന്നും നീനാക്കുറുപ്പിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അതുല്യ പറയുന്നത്. അത്തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ലേബർ ഓഫീസർക്കും ഇപ്പോൾ പോലീസിനും സിറ്റി പോലീസ് കമ്മീഷണർക്കും അതുല്യ പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പരാതി മറ്റൊരു തരത്തിലേക്ക് എത്തുകയാണ്. അത് നിയമ നടപടിയുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അതുല്യ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.